പാകിസ്ഥാനിലെ 3 എയർബേസുകൾ ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. അത് പാക് മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാക് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇന്ത്യ ഒരു സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ടോ? അതായത് ഇന്ത്യ തന്നെയാണ് ആക്രമിച്ചെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഇപ്പോൾ? പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ആ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതായി എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. അതിലൊരു വ്യക്തത, ഒരു ഔദ്യോഗികമായിട്ടുള്ള വ്യക്തത വരണമെങ്കിൽ ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താസമ്മേളനത്തിലായിരിക്കും. ആ വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം അത് വ്യക്തമാക്കും. എവിടേക്കാണ് ഇന്ത്യ ഇന്നലെ രാത്രി പ്രത്യാക്രമണം നടത്തിയത്, എങ്ങനെയായിരുന്നു ആക്രമണത്തിന്റെ രീതി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് രാവിലെ 10:30 ചേരുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇനിയും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അക്കാര്യത്തിലും ഒരു തീരുമാനമെടുക്കും. നിലവിൽ രാജ്യത്തെ നിരവധി വിമാനത്താവളങ്ങൾ ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ലേയിലെയും അതോടൊപ്പം തന്നെ ശ്രീനഗറിലെയും ജമ്മുവിലെയും എല്ലാം വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ വഴിയുള്ള ഓപ്പറേഷനുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം പാകിസ്ഥാന്റെ കറാച്ചി വിമാനത്താവളം ഉൾപ്പെടെ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായും വൈദ്യുതി ഉൾപ്പെടെ പാകിസ്ഥാൻ വിച്ഛേദിച്ചിരിക്കുന്നു. വിമാനത്താവളം പൂർണ്ണമായും ഇരുട്ടിലാണ്. അതോടൊപ്പം തന്നെ ജമ്മു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ രാജ്യം ഇപ്പോൾ കടന്നു പോവുകയാണ്. അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രകോപനങ്ങളുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത്. ഇന്ന് പുലർച്ചെ വരെ ജമ്മുവിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു യോഗം ഡൽഹിയിൽ ചേരുന്നത്. പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കാണുന്നു. ഒപ്പം പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും എല്ലാം യോഗം ചേരുകയും കൂടുതൽ നടപടികളിലേക്ക് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ വരും മണിക്കൂറുകൾ നിർണായകമായിരിക്കും. ഇന്ത്യ മുന്നോട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇനിയിപ്പോൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി പങ്കുവെക്കുകയും ചെയ്യും.